ഹായ് ഹലോ അസ്സാമു അലൈക്കും. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ എന്തുണ്ടാക്കാനാണ് പോകുന്നതെന്നല്ലേ. അതെ, നമ്മളിന്ന് ഓണം സ്പെഷ്യലായിട്ടുള്ള അവിയൽ വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിയലിന് പാകത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകി എടുത്ത് നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. ആദ്യമായിട്ട് അങ്ങനെ നമ്മളത് സ്റ്റൗവിൽ വെച്ച് വേവിച്ച് ഒരുവിധം പകുതി വേവായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരപ്പ് ചേർത്തിട്ടുണ്ട്. തേങ്ങയും നല്ല ജീരകവും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അരച്ചെടുത്ത് അതും കൂടെ ഈ മുക്കാൽ വേവുള്ള പച്ചക്കറിയിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പച്ചക്കറി വേവിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഈ തേങ്ങയും നല്ല ജീരകം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അരച്ച മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം കൂടെ കിടന്ന് അത് ആവശ്യത്തിന് വേവായി കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് തൈര് ചേർക്കുകയാണ് കേട്ടോ. തൈര് ഇച്ചിരി പുളിയുള്ള തൈരായതുകൊണ്ട് കുറച്ച് തൈര് യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് തൈരൂടെ ചേർത്ത് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയിട്ട് നമ്മളതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഉടഞ്ഞു പോവാതെ എന്നാൽ എല്ലായിടത്തോട്ടും തൈരും എത്തുന്ന രീതിയിലുള്ള ഒരു ചെറുതായിട്ടുള്ളൊരു മിക്സിങ്. അങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. അങ്ങനെ അടച്ച് വെച്ച് വേവിച്ചിട്ട് നമ്മളത് ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും അത് സെർവ് ചെയ്യുമ്പോഴത്തേക്കും അത് എല്ലാം സെറ്റായിട്ടുണ്ടാകും. കുറച്ചൊന്ന് അടച്ച് വെച്ച് സിമ്മിലുള്ളതൊന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.